ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് ഞാൻ വന്നതേ നമുക്കൊരു കർക്കിടകക്കഞ്ഞി വയ്ക്കാം. കർക്കിടകക്കഞ്ഞി എന്ന് പറയുമ്പം അതിനകത്ത് ഒരുപാട് മരുന്നൊക്കെ ചേർക്കും. ഞാൻ അതിനു വേണ്ടി സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല. നമുക്ക് മെയിനായിട്ട് വേണ്ടുന്നത് അരിയും ഉലുവയുമാണ് സാധാരണ എല്ലാവരും മെയിനായിട്ട് ചേർക്കുന്നത്. ഈ അരിയും ഉലുവയും കൂടാതെ ഞാൻ എടുത്തേക്കുന്നത് പിന്നെ ഒരു മുത്തങ്ങ എന്ന് പറയുന്ന ഒരു സാധനം. നമ്മുടെ പറമ്പിലൊക്കെ ഇഷ്ടം പോലെ ഉള്ളതാ മുത്തങ്ങ. ഒരു കുരുമുളകിന്റെ വലിപ്പമേ ഉള്ളൂ. അത് വൃത്തിയാക്കാൻ നല്ല കഷ്ടപ്പാടാണ്, കുഞ്ഞതായതുകൊണ്ടേ. അതുകൊണ്ട് ഒരു എണ്ണി പറക്കി ഒരു 10 എണ്ണേ എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതാണ് സാധനം, മുത്തങ്ങ. ഒരു ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കരിപ്പെട്ടിയും തേങ്ങാപ്പാലും വേണം. ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളത്. ഒരു തേങ്ങ പിഴിഞ്ഞ് വെച്ചിട്ട് അതിൻ്റെ 2ാം പാലിലാണ് നമ്മൾ ഇതെല്ലാം കൂടെ വേവിക്കുന്നത്. 2ാം പാലിൽ വേവിക്കുമ്പം നമുക്കറിയാമല്ലോ, കുക്കറിൽ നമ്മൾക്ക് ഇതെല്ലാം കൂടെ ഇടുമ്പോൾ എന്തുമാത്രം വെള്ളം വേണോ അതിനനുസരിച്ച് 2ാമത്തെ പാലിൽ വെള്ളം ചേർത്ത് നമുക്ക് വേവിക്കാം. പിന്നെ അത് വാങ്ങി വെച്ചിട്ട് പിന്നെ നമ്മൾ കരിപ്പെട്ടി ചേർക്കുന്നത്. കരിപ്പെട്ടി ചേർത്ത് നല്ലതായിട്ട് തിള വരുമ്പോൾ നമുക്ക് ഈ ആദ്യത്തെ 1ാം പാലും എടുത്ത് ഒഴിച്ചിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ അതിനകത്തോട്ട് നമുക്ക് കുറച്ച് നെയ്യിൽ കുറച്ച് കൊച്ചുള്ളി എത്ര വേണമെങ്കിലും ആകാം. നമ്മൾ കടുകൊക്കെ വറക്കുമ്പോൾ ഫ്രൈ ആവത്തില്ല, ആ രീതിയിൽ നെയ്യിൽ ഫ്രൈ ആക്കി ഇതിനകത്ത് ഒഴിക്കാം. എന്നിട്ട് കുടിക്കാം. നല്ല സ്വാദാണ്, നല്ല മണവും, നല്ല മരുന്ന് കഞ്ഞി, എന്തോ ആയുർവേദ മരുന്ന് കഴിക്കുന്ന ഒരു ഫീലാണ്. നല്ല നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരു മണവും സ്വാദും ഒക്കെയാണ്. അപ്പം നമുക്ക് ഐശ്വര്യമായിട്ട് കർക്കിടകക്കഞ്ഞി തുടങ്ങാം. ഞാൻ കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിനകത്തോട്ട് ഞാനൊരു 250 ഗ്രാം അരിയാണ് എടുത്തിട്ടുള്ളത്. 250 ഗ്രാം അരിയും ഒരു 50 ഗ്രാം ഉലുവയും. 50 ഗ്രാം ഉലുവ കുതിർന്ന് വന്നപ്പോൾ ഒരു 150 ഗ്രാം ഉണ്ട്. അതെല്ലാം കൂടെ ഇട്ട് നമുക്ക് തേങ്ങയുടെ 2ാം പാലിൽ വേവിച്ചെടുക്കാം. ജീരകം കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ജീരകമാണ്. അതും ഈ 2ാമത്തെ തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ല വൃത്തിയായിട്ട് വേവിച്ചെടുക്കാം. ഫ്ലെയിം കുറച്ചിട്ടിട്ട് ഒരു 3-4 വിസിൽ, 2-3 വിസിൽ വരെ കേട്ടിട്ട് പിന്നെ ഓഫാക്കി വെക്കാം നമുക്ക്. ഇപ്പം ഞാൻ 2ാം പാൽ ഒഴിച്ചു, മുത്തങ്ങയും ഉലുവയും ഒക്കെ ഇട്ടു. കരിപ്പെട്ടി നമുക്കിത് വെന്തതിന് ശേഷം പിന്നിടാം. ഇത്രയും ആക്കി വെക്കട്ടെ. ഞാൻ നമ്മുടെ മരുന്ന് കഞ്ഞി എവിടെ വരെ ആയെന്ന് നോക്കാം. വെന്തോ, വിസിലൊക്കെ പോയിരിക്കാം. എന്തായാലും നമുക്കൊന്ന് തുറന്നു നോക്കാം. എന്തോ നോക്കട്ടെ. ഈ പരുവായിട്ടുണ്ട് നമ്മുടെ കഞ്ഞി. നല്ല മണം തുറന്നപ്പോ. എന്തോ മണം, എന്തോ നമ്മളിലെ ആയുർവേദ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ ഒരു മണമില്ലേ, നല്ല മണം, മുറിക്കാതെ മൊത്തം മണം. വെന്തിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒരേപോലെ വേണമെന്നില്ല. എന്ന് വെച്ചാൽ കുക്കർ എല്ലാവരുടെയും കുക്കറിന്റെ വിസില് വരുന്നത് ഒരേ പ്രഷറിൽ ആയിരിക്കത്തില്ല. പിന്നെ വെന്തില്ല എന്ന് തോന്നുവാണെങ്കിൽ, ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കുന്നവര് വെന്തില്ല എന്ന് തോന്നുവാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ആദ്യത്തെ പാലെടുത്ത് വെച്ചിട്ടില്ലേ, ഇതിൽ നിന്നൊരു കുറച്ച് പാലെടുത്ത്, ശകലം പാലെടുത്ത് ബാക്കി വെള്ളം കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ച് ഒരു വിസിലും കൂടെ അടിക്കുമ്പോഴത്തേക്കിന് നന്നായിട്ട് വെന്തിരിക്കും. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ കരിപ്പെട്ടി, അരിച്ച് വെച്ചേക്കുന്ന കരിപ്പെട്ടി, അത് നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം. നമുക്കൊന്ന് തീ കത്തിച്ചു കൊടുക്കാമേ. ഇതൊന്ന് നന്നായിട്ടൊന്ന് മധുരമൊക്കെ എല്ലായിടും ഒന്ന് പിടിച്ച് ഒന്ന് തിള വരുമ്പം നമുക്ക് നമ്മുടെ 1ാം പാലും കൂടെ ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിനകത്ത് വേണ്ടുന്നവർക്ക് ഉപ്പിടാം കേട്ടോ. ഉപ്പ് വേണ്ടുന്നവർക്ക് ഉപ്പിടാം. ഇനി ഇതിലോട്ട് നമുക്ക് കടുകല്ല, നമ്മുടെ ഉള്ളി വഴറ്റിയിടാം. നെയ്യിൽ ഉള്ളി വഴറ്റിയിടാം. കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഉള്ളി വറുത്തെടുക്കാം. അതുവരെ ഇതവിടെ കിടന്ന് തിളക്കട്ടെ. ഇതിലോട്ട് ഉള്ളി ഇടട്ടെ. നെയ്യ് ചൂടായി. നമ്മുടെ ഉള്ളി മൂത്ത് കേട്ടോ. ഈ പാകത്തിന് ഉള്ളി മൂത്ത് ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് ഞാൻ സ്റ്റൗ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയായിരുന്നേ. സ്റ്റൗവിന്
ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ ഒന്നാം പാല് എടുത്തു വെച്ചേക്കുന്ന ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിപ്പാല്. തേങ്ങയ്ക്കൊക്കെ നല്ല വിലയല്ലേ, എന്നിട്ട് പിന്നെ ഇങ്ങനെയൊക്കെ വടിച്ചൊക്കെ ഒഴിച്ചില്ലെങ്കിൽ നഷ്ടമാണ് അല്ലേ. ഇത് ചെറുതായിട്ട് എല്ലാം കൂടെ ഒന്ന് നല്ലതായിട്ടൊന്ന് തിളഞ്ഞു കിടക്കുമല്ലേ, ഇതിനകത്തോട്ട് അത് ഒഴിച്ച് ഇത്രയും മതി. ഉപ്പ് വേണ്ടുന്നവർക്ക് ഇന്തുപ്പോ നമ്മുടെ സാധാരണ വീട്ടിലുള്ള ഉപ്പോ എന്ത് വേണമെങ്കിലും ഉപ്പ് വേണ്ടുന്നവർക്ക് ഇട്ട് കഴിക്കാം. ഇനി ഞാൻ ഈ ഉള്ളി വറുത്തതിനകത്തോട്ടെ. നല്ല മണം. ഈ കർക്കിടകക്കഞ്ഞി ഇതേപോലെ എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് വെച്ച് കഴിച്ച് നോക്കണേ, എന്നിട്ട് അഭിപ്രായം പറയണം. എൻ്റെ വീഡിയോ അങ്ങനെ കൂടുതൽ ആരും ഒന്നും കാണുന്നില്ല. സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ്. പുതിയതായിട്ട് കാണുന്നവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോണേ. ഞാനൊന്ന് കുടിച്ച് നോക്കട്ടെ നമ്മുടെ മരുന്ന് കഞ്ഞി എങ്ങനെ ഉണ്ടെന്ന്. നല്ല മണമാണ്. ഇതുപോലെ ഓരോ ബൗള് ആഴ്ച ഒരിക്കലൊക്കെ കുടിക്കുന്നത് നല്ലതാണ് നമുക്ക്, ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും. എല്ലാവരും ഇതുപോലെ വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. നല്ല ടേസ്റ്റുള്ള സാധനം കേട്ടോ. എപ്പോഴും പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണേ നിങ്ങൾ. നെയ്യൊക്കെ കുറച്ചൊഴിച്ചാൽ മതി, നമ്മൾ മരുന്ന് കഞ്ഞിയല്ലേ. അടിപൊളി. ഒന്ന് കുടിച്ച് നോക്കണം നിങ്ങൾ, എന്തെങ്കിലും അതിൻ്റെ അറിയാൻ മണവും ഗുണവും. നല്ല സ്വാദ്. ഉള്ളിയും കൂടി ഇട്ടപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ്. എല്ലാവരും വെച്ച് നോക്കണേ. എനിക്ക് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണാത്തവരുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ബൈ. ഞാൻ വേറൊരു വീഡിയോ ഇട്ട് തരാം.